നമ്മളാരും പുരാവസ്തു ഗവേഷകരൊന്നല്ല. വെട്ടിയതിൻ്റെ ബാക്കിയുണ്ടാകും, പഴയതിൻ്റെ കൂട്ടത്തിൽ തൂക്കി വെക്കാനുള്ളതല്ലേ, അത്രയൊക്കെ മതി എന്നാലോചിക്കുക. എല്ലാവരും കുട്ടികളായിട്ട് വലുതായതല്ലേ. ഞാൻ എൻ്റെ സ്ഥാനത്താണ് മറ്റൊരാളെ കാണുന്നത്, അയാളുടെ സ്ഥാനത്തല്ല. എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു കാര്യമില്ല. ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനത്ത് കാണണം. കുട്ടികളെ കുട്ടികളുടെ സ്ഥാനത്ത് കാണണം, മുതിർന്നവരെ മുതിർന്നവരുടെ സ്ഥാനത്ത് കാണണം. പള്ളിക്ക് ജമാഅത്ത് നടക്കുകയാണ്. ഒരാൾ പള്ളിൻ്റെ മുമ്പിൽ കൂടെ എങ്ങനെയാണ് പോയി, ജമാഅത്തിന് കയറാതെ പള്ളിൻ്റെ മുമ്പിൽ കൂടെ എങ്ങനെയാണ് പോയാലേ അത് അയാൾക്ക് അത്യാവശ്യമായിട്ട് കക്കൂസ് പോകണ്ടായതുകൊണ്ട് ഇക്കാരം എന്ന് വിചാരിക്കാൻ ഒരു കുഴപ്പമില്ല. വിചാരിക്കാം. പക്ഷെ ആ നടന്ന് പോയത് നമ്മളാണെങ്കിൽ വിചാരിക്കാൻ പാടില്ല. വേറൊരാളാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം. മറ്റുള്ളവർക്ക് ന്യായം കാണാം, അവനാന് ന്യായം ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും അതേ നേരത്തെ അയാൾ പോയാൽ ഇന്നലെ കക്കൂസ് പോകാൻ തോന്നി അതേ നേരത്ത് ഇന്നും മുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ രണ്ടാമത്തെ ദിവസം പോയത് നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്. ഇവിടെ എന്താ പ്രശ്നം എന്നറിയുന്നത്? അവനാനുള്ള ന്യായമല്ല ഞമ്മക്കറിയും, വേറുള്ളവർക്കുള്ള ഒരു ന്യായവും ഞമ്മക്കറിയില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ന്യായമില്ലാത്തത് ആകെ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അത് ഞാനാണ് എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരിക്കൽ സയ്യിദന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. മദീനയിലെ മുനാഫിക്കുകൾ ഇന്ന ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു മദീനത്തെ മുനാഫിക്കുകളുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് എന്നിട്ട് ചോദിച്ചു, അനസേ, നിങ്ങളുടെ അടുത്ത് മദീനത്തെ മുനാഫിക്കുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടു, അതൊന്ന് തരുമോ? ഞാൻ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇപ്പം കൊടുന്നേരാറുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തരൂല, അത് നബി തങ്ങൾ ഇന്ന സ്വകാര്യത്തിൽ പറഞ്ഞെന്നാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആ ലീസ്റ്റ് ഒന്ന് തരി, ഞാനതൊന്ന് നോക്കിങ്ങാണ്ട് ഇപ്പം തന്നെ എടുത്ത് തരാന്ന് പറഞ്ഞു. മൊബൈലിൽ പകർത്തൊന്നുമില്ല, അങ്ങനെ തന്നെ എടുത്ത് തരാ, ഒന്ന് നോക്കട്ടെ പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കാനും തരൂല പറഞ്ഞു. എന്നാ ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ആ ചോദിച്ചോളി പറഞ്ഞു. അതിൽ എൻ്റെ പേരുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാ എനിക്ക് ആ ലീസ്റ്റ് വേണ്ട പറഞ്ഞു. മൂപ്പര് ഈ ലീസ്റ്റ് തിരഞ്ഞെടുക്കുന്നത് അതിൽ ആരൊക്കെ ഉള്ളതെന്ന് അറിയാനല്ല, എൻ്റെ പേരതിലുണ്ടോ നോക്കാനായിരുന്നു. വാസ്തവത്തിൽ നരകത്തേക്കുള്ള കുറേ ആൾക്കാരെ ലീസ്റ്റ് നമ്മളെ മനസ്സിലില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഇന്നോ അല്ല ഓനോ ഒരിക്കലും സ്വർഗത്ത് പോകില്ല. ഓന് ഗീബത്ത് പറഞ്ഞെടുക്കല്ലാതെ വേറെന്താ പണി? മറ്റോനോ അല്ലോ ഒരിക്കലും പോകാൻ സാധ്യതയില്ല, ഓൻ്റെ പേരക്കുട്ടിനെ പറ്റി പറയണ്ട. ഇവനോ അല്ലോ എന്തായാലും നരകത്തിലെ വിറക് തന്നെയാണ്, ഉറപ്പാണ്. സ്വർഗത്തിൽ പിന്നെ ആരേ ഉള്ളൂ? ഞാൻ മാത്രം. പിന്നെ ജിബിരിയിൽ ഉണ്ടാവും, പിന്നെ മീക്കായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഞാനും. ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ. ആദ്യം എന്താ വേണ്ടത് വെച്ചാൽ ആ നരകത്തിക്കുള്ള ലിസ്റ്റഡ് കീറിയാലേ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ളൂ. എഴുതി തള്ളിയാലൊന്നും പ്രവർത്തിക്കാനില്ല. മാല്യമറ്റിക്കും ഉണ്ടാവില്ല, മർസാമറ്റിക്കും ഉണ്ടാവില്ല, പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവില്ല, ആർക്കും ഒന്നും പ്രവർത്തിക്കാനില്ല. നരകത്തിക്കുള്ള ലിസ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ആദ്യം ആ ലിസ്റ്റ് വെട്ടി. അള്ളാഹു തആല ആരെയും നരകത്തിലേക്ക് വേണ്ടി പടച്ചിട്ടില്ല. നമ്മൾ അള്ളാഹു തആല പടച്ചിട്ടുള്ളത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ സ്വർഗത്തിൽ കടക്കാനുള്ള അവസാനത്തെ യോഗ്യതയും നഷ്ടപ്പെട്ടാൽ ഓനെ എന്തെങ്കിലും ഒന്ന് കാട്ടണ്ടേ? അതിനുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിന് നരകം എന്ന് പറഞ്ഞത്. നമ്മളാരെയും അള്ളാഹു തആല നരകത്തിന് വേണ്ടി പടച്ചിട്ടില്ല എന്ന് ആദ്യം വിശ്വസിക്കണം. സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മളെ പടച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ പോവാൻ ധാരാളം വഴികളുണ്ട്. വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും എളുപ്പ വഴിയുണ്ട്. അതുകൊണ്ട് എളുപ്പ വഴിയിലൂടെ സ്വർഗത്തിൽ പോവാൻ നമുക്ക് കഴിയണം. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് നന്നാകാത്തോരാരും ഇവിടെ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. നന്നാവൂല എന്ന് വെറുതെ പറയുകയാണെന്ന് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ നന്നാവൂല എന്ന് നിങ്ങൾ വെറുതെ പറയുകയാണ്, നന്നാകണമെന്ന ഉദ്ദേശത്തോടുകൂടെ നിങ്ങൾ പറയുന്നില്ല എന്നതാണ് ശരി. നിങ്ങൾ പറയണതിന് വേറെ ഉദ്ദേശം ഉണ്ടാവും, അതുകൊണ്ടാണ് നേരാവാത്തത്. നന്നാകണമെന്ന ഉദ്ദേശത്തോടുകൂടെ പറയുന്നില്ല.
ഞാൻ 1000 പേരോട് പറയുമ്പോൾ 5000 പേര് നന്നാകുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഈ ശരീഅത്തിന് നമ്മൾ കൊണ്ടുനടക്കുന്ന ഈ ശരീഅത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. ഈ ശരീഅത്ത് വേഗത്തിൽ ആളുകൾ ഉൾക്കൊള്ളുന്ന ശരീഅത്താണ്. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദീന് പറഞ്ഞിട്ട് 9 പേരാണ് വന്നത്. വേറെ അഭിപ്രായത്തിൽ 80 പേരാണ് വന്നത്. എന്നാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 8 വർഷം കൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇസ്ലാമിനെ എത്തിച്ചിട്ടുണ്ട്. 53-ലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അതിൻ്റെ ശേഷമാണ് പ്രബോധനം ശക്തമാക്കുന്നത്. 61-ാമത്തെ വയസ്സിൽ മക്കം ഫത്ഹായി. അതിൻ്റെ ഇടയിൽ 8 കൊല്ലാണുള്ളത്. 8 കൊല്ലം കൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പരിശുദ്ധമായ ദീനിനെ എത്തിക്കാൻ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കൊണ്ട് നടക്കുന്ന അവസാന ശരീഅത്ത് ആളുകൾ വേഗത്തിൽ ഉൾക്കൊള്ളുന്ന ശരീഅത്താണ്. പറയാനും മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ തയ്യാറായാൽ മതി. ആളുകൾ വേഗത്തിൽ ഉൾക്കൊള്ളും, ആളുകൾ വേഗത്തിൽ മനസ്സിലാക്കും, ആൾക്കാർ നന്നാവും. റമദാൻ മാസമായാലേ പള്ളിക്കത്തെ ഹൗദിൽ വെള്ളടിച്ചാൽ തികണില്ല. എന്തേ കാരണം? ആൾക്കാർ നിസ്കരിച്ചിട്ട് തന്നെയാണ്. അത് നിസ്കരിക്കുന്നവരുടെ എണ്ണം കൂടുതലുണ്ട്. നോമ്പ് നോൽക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഹജ്ജിന് പോണവരെ എണ്ണം കൂടിയിട്ടുണ്ട്. ഉംറക്ക് പോണവരെ എണ്ണം കൂടിയിട്ടുണ്ട്. പെണ്ണുങ്ങൾ വരെ ഉംറക്ക് പോണയിൽ മുമ്പന്തിയിലുണ്ട്. കാരണം ഒരു വള വിറ്റാൽ മതി എന്നതാണ്. സ്വർണത്തിന് വില കൂടിയതാണ് പ്രധാനപ്പെട്ട കാരണം. ആയിക്കോട്ടെ, എന്നാലും അതൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇസ്ലാമുക്ക് ആദ്യം വന്ന ഒരു സ്ത്രീ ഉണ്ട്, സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. ഒറ്റ വക്തും നിസ്കരിച്ചിട്ടില്ല. ഖദീജ ബി റളിയല്ലാഹു അൻഹ ഒറ്റ വക്തും നിസ്കരിച്ചിട്ടില്ല. കാരണം ഖദീജ ബി വഫാത്താവുന്നത് വരേക്കും നിസ്കാരം നിർബന്ധമായിട്ടില്ല. സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ ഒറ്റ നോമ്പും നോറ്റിട്ടില്ല. കാരണം ഖദീജ അല്ലാഹു തആലക്ക് ജബലുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ നിന്ന് ഇഖ്റ ബിസ്മി കൊടുത്തതിന്റെ കൂടെ നിസ്കാരം കൂടിയും കൊടുത്തുകൂടായിരുന്നോ? നിസ്കരിക്കണം, നിസ്കാരം വേണ്ട തന്നെയാണ്. അൽ ഫർഖു ബൈനൽ മുഅ്മിനി വൽ കാഫിരി തർക്കുസ്സലയാണ്. കാഫിറിന്റെയും മുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരാണ്. എന്നാൽ നിസ്കാരത്തിന്റെ മേലേക്ക് വേറൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അഫ്ദലു ഇബാദത്തിൽ ബദനി അസ്സലാത്താണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ വെച്ച് അഫ്ദൽ നിസ്കാരാണ്. എന്നാൽ തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ, 1 മണിക്കൂർ സമയം അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. നിസ്കാരത്തിന്റെ മേലെ പോണ ചില സാധനമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു മദീനത്ത്. അയാളാണ് മുനാഫിക്കുകളുടെ നേതാവ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ 5 വക്തിനും മദീനത്തെ പള്ളിയിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ മഅ്മൂമായി നിസ്കരിച്ചിരുന്ന ആളാണ് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ആള്. അയാൾ മരണപ്പെട്ടപ്പോ തോഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസയുടെ അടുക്കൽ ചെന്നിട്ടുണ്ട്. അയാളുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചു പോരുമ്പോൾ ആയത്തിറങ്ങി, നബിയേ ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ, നിങ്ങൾ 70 തവണ അയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞാലും ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കില്ല നബിയേ എന്നായത്തിറങ്ങി. അയാളുടെ കാര്യത്തിൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. പിന്നെന്തേ പറ്റിയ പ്രശ്നം? മുഹമ്മദ് നബിയിലും വിശ്വാസമുണ്ട്, റസൂലാകാൻ മാത്രമൊക്കെ ഉണ്ടോന്ന് ചെറിയ ഒരു തോന്നൽ, അതാണ് പ്രശ്നം. മുഅ്മിനീങ്ങളെ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം.
മനുഷ്യൻ നന്നാവുകയും കേടുവരികയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരും നന്നാവും, എല്ലാവരും കേടുവരും, ഒരൊറ്റ കാര്യം കറക്റ്റായാൽ മതി. ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തോളി മനുഷ്യൻ നന്നാവുകയും കേടുവരികയും ചെയ്യണത്. എന്താണ് ആ പ്രധാനപ്പെട്ട വിഷയം എന്നാണ് നമ്മൾ പഠിക്കേണ്ട വിഷയം. മനുഷ്യൻ നന്നാവുകയും കേടുവരികയും, അതായത് ഷഹാദത്ത് കലിമയുടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ ഒന്നാം ഭാഗമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ സംശയമുണ്ടായത് കൊണ്ടല്ല ക്രിസ്ത്യാനികൾ കാഫിറായത്. മുഅ്മിനീങ്ങളെ, ആ കടിയും ചായയൊക്കെ ഇങ്ങനെ തൊള്ളേക്ക് കൊണ്ടുപോകണതിൻ്റെ ഒപ്പം നിങ്ങളൊന്ന് എൻ്റെ മുഖത്തേക്കും കൂടി നോക്കി, എന്നാലല്ല സംഗതി അടക്കുള്ളൂ. വേണ്ട, ഞാൻ കുടിച്ചാണ്. അപ്പം എൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ണ് പോയാൽ വിഷയം തലക്കെന്ന് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിന്നാം. ഞാൻ ഏതായാലും നിങ്ങൾ തിന്നണേ നോക്കാതിരുന്നോളാം, ഞങ്ങളെ കണ്ണുക്ക് മാത്രം നോക്കിക്കോളാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് ചെയ്യും. ഈ രസമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിന് വേഗം കൊടുത്തേണ്ട തീർത്താലേ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. എന്തായാലും ആവശ്യമുള്ള സംഗതിയാണ്. ഒരു ചെറിയ വെള്ളം ഒരു ചെറിയ കടിയൊക്കെ കിട്ടിയാൽ അതൊക്കെ സംഗതി തന്നെയാണ്. എനിക്ക് വന്നേക്കിന് കട്ടൻ ചായയും പിന്നെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ. അപ്പം നിങ്ങൾ അങ്ങോട്ട് നോക്കി, നിങ്ങൾ ക്രിസ്ത്യാനികൾ കാഫിറായത് അള്ള രണ്ടെണ്ണം ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ല. ജൂതന്മാർ കാഫിറായത് തൗഹീദ് തെറ്റിയതുകൊണ്ടല്ല. ഓൽക്കും ഒരുവനായ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പിന്നെ ഓൽക്ക് എന്താ പറ്റിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്സാരമായി തോന്നി എന്നതാണ് അവർക്കെല്ലാം പറ്റിയ പ്രശ്നം. മുനാഫിക്കുകൾക്കും പറ്റിയ പ്രശ്നം അതാണ്, എല്ലാവർക്കും പറ്റിയ പ്രശ്നം അതാണ്. അതുകൊണ്ട് നന്നാവാനുള്ള എളുപ്പ വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ താല്പര്യം കൂടുതലാണ്. എന്നാലേ ഈ ശരീഅത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മളെ കയ്യിലുള്ള പരിശുദ്ധമായ ഈ ശരീഅത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ താല്പര്യം കൂടിയാലേ നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് ഖുർആനാണോ മുഹമ്മദ് നബിയാണോ എന്ന ഒരു ചർച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ നടത്തുന്നുണ്ട്. അള്ളാഹു നമ്മക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് പരിശുദ്ധ ഖുർആനാണോ അതല്ല മുഹമ്മദ് നബിയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഖുർആനാണെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല. റമളാൻ മാസം ഖുർആൻ ഇറങ്ങിയ മാസമല്ല. റമളാൻ മാസം ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ മാസമാകുന്നു. കാരണം ഖുർആൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമ് അള്ളാഹുവിൻ്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. ഏതോ ഒരു റമളാൻ മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല പറഞ്ഞുങ്ങാണ്ട് ഇതാണ് പോയി പറയുന്നു പറഞ്ഞതല്ല ഖുർആന്. ഒരു റമളാനിലെ അള്ളാഹ് വർത്താനം പറഞ്ഞല്ല ഖുർആന്. ഖുർആൻ ഷരീഫ് അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിൻ്റെ കലാമുണ്ട്. പിന്നെ അതിങ്ങോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങി അള്ളാഹ് ഇറങ്ങിയപ്പോഴൊക്കെ ഖുർആനുണ്ട്. കാരണം അള്ളാഹിൻ്റെ ദാത്തിലാണ് ഖുർആൻ ഉള്ളത്. റമളാനിൽ എന്തുണ്ടായി? റമളാനിൽ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങുകയാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. നബിയെ, നിങ്ങൾ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, നിങ്ങൾ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ആളുകൾ ഒഴിഞ്ഞു പോകുമായിരുന്നു എന്നുള്ള ആയത്തിറങ്ങിയതിൻ്റെ ശേഷം നബി തങ്ങൾ നല്ലൽക്ക് പെരുമാറിയതല്ല.
നബി തങ്ങൾ നല്ലൽക്ക് പെരുമാറിയതിൻ്റെ ശേഷം ഖുർആൻ പറഞ്ഞതാണ്. ഖുർആനിൽ പറഞ്ഞില്ല ഇനി അങ്ങനെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചതല്ല. നബിയെ നിങ്ങൾ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുസ്തഫാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആനിൽ ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി കുരുത്തക്കടൊന്നും കാട്ടണ്ടെന്ന് മുഹമ്മദ് നബി തീരുമാനിച്ചതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്നെ അങ്ങനെ ആയതുകൊണ്ട് ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദ് നബിയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നന്മയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി മുസ്തഫായ നബി തങ്ങളോടുള്ള ഖൽബിന്റെ ബന്ധം ശരിയാക്കലാകുന്നു. ഫത്വൽ മുഈൻ ഉൾപ്പെടെയുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, കുട്ടികൾക്ക് ആദ്യമായി പഠിപ്പിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. പൂർവകാല അമ്പിയാക്കളുടെ സമുദായങ്ങളൊക്കെ പിഴക്കാണ്ടായ കാരണം കുട്ടികൾക്ക് നബിമാരെ കുറിച്ച് മോശമായി പഠിപ്പിച്ചിരുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത കുടുംബത്തിലൊരു കുട്ടി പറഞ്ഞാൽ കുട്ടി രേശം ഇങ്ങനെ വലുതായി വരുമ്പോൾ കുട്ടിൻ്റെ കൈ പിടിച്ചിട്ട് ചെന്നിട്ട് ഇങ്ങനെ ഇബ്രാഹിം നബിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുമത്രേ, ഹാദാ ഇബ്രാഹിം കദ്ദാബു ഖറിയത്തിന, ആ പോണതാണ് ഇബ്രാഹിട്ടോ, ഈ നാട്ടിലെ പെരുങ്കള്ളൻ എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പൂർവകാല ഉമ്മത്ത് പിഴച്ചത് അവരുടെ അമ്പിയാക്കളെ നിസ്സാരമാക്കിയപ്പോഴാണ്. അതുകൊണ്ട് നന്മയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഖൽബിന്റെ ബന്ധം ശരിയാക്കലാണ്. അങ്ങനെ വരുമ്പോൾ ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരണം. പല ഹദീസും നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമല്ല, ഹദീസ് ഹദീസായി നിലകൊള്ളുകയാണ്. ഞാൻ ഈ പറയണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്നുള്ള കരുതിയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ഹദീസും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല. ഞാൻ ഉദാഹരണം പറയാം. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ സമുദായത്തിൽ പെട്ടതല്ല. ഹദീസ്. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ സമുദായമല്ല. ഹദീസ്. ഈ ബഹുമാനിക്കലും കാരുണ്യം കാണിക്കലും സാധനം ഒന്നാണ്, പേര് മാത്രമേ മാറുള്ളൂ. ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ പറയണത്, ഒരു വയസ്സപ്പം ഇങ്ങനെ വന്നു സദസ്സക്ക്. അപ്പൊ കസാല ഇങ്ങനെ 2 കസാല ചെയ്ത്താൻ ഒഴിച്ചിട്ടിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയല്ല, മുന്നിൽ തന്നെ 2 കസാല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോളി. ഒറ്റ കസാല ഇല്ല ഒരു വയസ്സം വന്നപ്പോൾ എന്ന് വിചാരിച്ചോളി. ഒരു വയസ്സായ ആളിങ്ങനെ വന്നപ്പോൾ ഒറ്റ കസാല ഒഴിവില്ല. അപ്പോൾ ഒരാൾ നീച്ചിങ്ങാണ്ട് വയസ്സായ ഒരാൾക്ക് കസാല ഒഴിഞ്ഞു കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. ഒരു കുട്ടി ഇങ്ങനെ വന്നപ്പോൾ കസാല ഒന്നും ഒഴിവില്ല, അപ്പോൾ ആ കുട്ടിക്ക് ഒരു കസാല കൊടുത്താൽ അതിൻ്റെ പേര് കാരുണ്യം എന്നാണ്. വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കാരുണ്യം കാണിക്കുക, രണ്ടും സാധനം ഒന്നാണ്, പേര് മാത്രമേ മാറുള്ളൂ. കാരുണ്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രവർത്തനം ഒന്നാണ്, പേര് മാത്രമാണ് വ്യത്യാസപ്പെടുന്നത്. വലിയവരെ നമ്മളെല്ലാവരും ബഹുമാനിക്കും, പക്ഷെ കുട്ടികളോടുള്ള കാരുണ്യം പലപ്പോഴും ഉണ്ടാകണില്ല. കുട്ടികളോടുള്ള കാരുണ്യം പലപ്പോഴും ഉണ്ടാകണില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഹദീസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല. ഇനി വലുപ്പം ചെറുപ്പം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? വലിയവർ എന്ന് പറഞ്ഞാൽ തടിയുള്ളവരെന്ന അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ തടി കുറഞ്ഞവരെന്ന, പ്രായം കൂടിയവരെന്ന, പ്രായം കുറഞ്ഞവരെന്ന, വിവരമുള്ളവരെന്ന, വിവരമില്ലാത്തവരെന്ന, പൈസ ഉള്ളവരെന്ന, പൈസ ഇല്ലാത്തവരെന്ന, അതോ ഇതൊക്കെയാണോ? എല്ലാമാണ് വാസ്തവത്തിൽ. അപ്പോൾ വലിയവരെ ബഹുമാനിക്കുക എന്നുള്ളതിൻ്റെ പരിധിയിൽ കുറേ കാര്യങ്ങൾ വരും. എന്തുകൊണ്ട് വലിയ ആളാണെങ്കിലും ബഹുമാനിക്കണം, എന്തുകൊണ്ട് ചെറിയ ആളാണെങ്കിലും കാരുണ്യം കാണിക്കണം. അപ്പം നിങ്ങളൊരു നാടൻ ഉദാഹരണം പരിശോധിച്ച് നോക്കി. ഒരു മോട്ടോർ സൈക്കിളിൽ പോണ ആളും ഒരു ഇന്നോവ കാറിൽ പോണ ആളും നോക്കിയാൽ ഒരാൾ വലുതും ഒരാൾ ചെറുതുമാണ്. ഇന്നോവയിൽ പോകുന്ന ആൾ വലിയ ആളാണ്. അപ്പം മോട്ടോർ സൈക്കിളുകാർ എന്ത് വിചാരിക്കണം? അയാളെ ബഹുമാനിച്ചുകൊണ്ട് അയാൾ ആദ്യം പോയിക്കോട്ടെ തീരുമാനിക്കണം. ഇന്നോവക്കാരൻ തിരിച്ചെന്ത് വിചാരിക്കണം?
ചെറിയവരോട് കാരുണ്യം കാണിക്കണ്ടേ, മൂപ്പൻ ആദ്യം പോയിക്കോട്ടെ എന്നും തീരുമാനിക്കണം. വാസ്തവത്തിൽ തീരുമാനം നടക്കുന്നത് രണ്ടും ഓപ്പോസിറ്റാണ്. എല്ലാവർക്കും അവനാനെ കുറിച്ച് വലിയ മതിപ്പാണുള്ളത് എന്ന് വേറെ പറ്റിയൊരു അഭിപ്രായമില്ല. അതാണ് പ്രശ്നം. അവനാനെ പറ്റി ഭയങ്കര മതിപ്പാണ്. ഞാൻ വലിയ ആളാന്ന് എനിക്കറിയാം, പക്ഷെ വേറുള്ളവരെ ആരാന്നുള്ളത് അറിയണില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് നമ്മുടെ ജീവിതത്തിൽ മൊത്തം കാണും. ഹദീസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണില്ല. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു. അപ്പോൾ ഒരു ഉമ്മാമയും ഒരു മോളും താമസിക്കുന്ന വീടിന്റെ അരികിലെത്തി. ഉമ്മാമ മോളോട് പാലിൽ വെള്ളം ചേർക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. മോള് പറയുന്നു, ഞാൻ പാലിൽ വെള്ളം ചേർക്കില്ല, അത് പരിശുദ്ധമായി ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. ഉമ്മാമ പറഞ്ഞു, മോളെ, ഈ അർദ്ധരാത്രി പാലിൽ തുള്ളി വെള്ളം വാർന്നാൽ ആര് കാണാനാണ്? മോള് പറഞ്ഞു, ആരും കാണുന്നില്ലെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണുന്നതാണ്. ഇത് കേട്ടു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാവിലെ തൻ്റെ മകനെ പറഞ്ഞയച്ചു പെണ്ണ് കാണാനെ. മോനെ പറഞ്ഞയച്ചു ആ വീട്ടിക്ക്, മോനെ ഇന്നോടത്ത് ഇന്നാലിൻ്റെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ഒന്ന് പോയി കണ്ടു, ആ പറ്റുമെങ്കിൽ എനിക്ക് കെട്ടാറ്. പോയി കണ്ടു, പറ്റി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മോനെ കൊണ്ട് ആ മോളെ കെട്ടിച്ചും ചെയ്തു. അതുകൊണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മളെ കൽബിനിങ്ങനെ തോന്നുക, അതന്നെ ഞാൻ പജ്ജിനെ വാങ്ങാത്തത്. നമ്മൾ പയ്യനെ വാങ്ങാത്തത് ഇനിയിപ്പോൾ അതിൽ വെള്ളം ചേർക്കാൻ ആവിലാച്ചിട്ടാണ്. പക്ഷേ ഈ വെള്ളം ചേർക്കൽ പാലിന് മാത്രം ബാധകമാകുന്ന ഒരു സാധനമല്ല, സോപ്പിലും വെള്ളം ചേർക്കാൻ പാടില്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്കൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി കയ്യേക്കാൻ ചെന്നപ്പോൾ സോപ്പിൽ വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട്. നല്ല കുപ്പിയിൽ സോപ്പിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ള ഹദീസ് നമുക്ക് ജീവിതത്തിൽ വരുന്നില്ല. എന്തുകൊണ്ട്? പയ്യനെ വളർത്താത്തതുകൊണ്ട്. വാസ്തവത്തിൽ സോപ്പിലും വെള്ളം പാരാൻ പാടില്ല എന്ന് തന്നെയാണ് ഹദീസ്. അത് നമ്മളെന്താ മനസ്സിലാക്കാത്തത്? ഹദീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. ഹദീസ് ഹദീസായി നിന്നിട്ടൊരു കാര്യമില്ലല്ലോ, നമ്മളെ ജീവിതത്തിലേക്ക് വരണ്ടേ, അതുകൊണ്ടല്ലേ കാര്യമുള്ളൂ. നമ്മൾ വേറെ റൂട്ടിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ഹദീസൊക്കെ സൂപ്പർ, നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല, 100% ശരിയാണ്. ജീവിതത്തേക്ക് വരുമ്പോൾ ആ കാര്യമൊന്നുമില്ല. ഇതെന്തൊരു പ്രശ്നം പിന്നെ? അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അപ്പോഴേ നമ്മൾ നേരാവുള്ളൂ. അപ്പോ വാസ്തവത്തിൽ ഈ കുട്ടികൾ നന്നാവാൻ തോന കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികൾ നന്നാവാൻ കൂടുതൽ കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മിനിമം ഒരു 5 കാര്യം ചെയ്താൽ കുട്ടികൾ നേരാവും. വെറും 5 കാര്യം, 5 കാര്യം ചെയ്താൽ എല്ലാ കുട്ടികളും സാലിഹ്യങ്ങളാവും. ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിയ്യത്ത് നന്നാക്കുക. നിയ്യത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് കുട്ടി എന്ന തീരുമാനം കറക്റ്റാക്കുക. ഇപ്പം ഇരിക്കണ നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു 80% ആൾക്കാരും കുട്ടികളുള്ളവരാണ്, കല്യാണം കഴിച്ചവരാണ്. ഏകദേശം മുഖത്ത് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അല്ലാത്തത് കുറച്ച് ആൾക്കാരുണ്ടാവും. നമുക്കിപ്പോൾ എന്തായാലും ഒരു കുട്ടി ഉണ്ടാവും, 2 കുട്ടി ഉണ്ടാവും, 3 കുട്ടി ഉണ്ടാവും. ഭാര്യ ഗർഭിണി ആയവരുണ്ടാവും, പുതിയ കല്യാണം കഴിച്ചിട്ട് കുട്ടിയാവാൻ വേണ്ടി ദ്വാരക്കണവരുണ്ടാവും. ഒക്കെ റെഡി. എന്തിനാ കുട്ടി? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തിനാ കുട്ടി? എന്തിനാ കുട്ടി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം കൽബക്ക് വരെ വയസ്സാവുമ്പോൾ നോക്കാൻ എന്നാണ്. നാളും പ്രായമായിട്ടൊരു മൂലക്കാവുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രി കിടക്കുമ്പോൾ മരുന്നെടുത്ത് തരാൻ ഒരു കുട്ടി വേണ്ടേ എന്നാണ് ആദ്യം കൽബിൽ. അതിലൊരുപാട് പ്രശ്നമുണ്ട്. ഒന്ന്, പ്രായമാകുമ്പോൾ ആശുപത്രിയിൽ കിടക്കണം എന്ന് ആദ്യം തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ അഡ്മിറ്റ് ആകാതിരിക്കുക? അതായത് രോഗിയായി തുടരുന്നതിൻ്റെ കാരണം രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ഞാൻ ഈ പറയണ നിങ്ങൾക്ക് മനസ്സിലായാൽ ജീവിതത്തിലെ വലിയ സൗഭാഗ്യവും. രോഗിയായി തുടരുന്നതിൻ്റെ കാരണം രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കല്യാണ നിശ്ചയത്തിന് കൂടിയിട്ട് ഷുഗർ ഇല്ല എന്ന് പറഞ്ഞാൽ ഓന് നിശ്ചയത്തിന് പറ്റൂല എന്നാ വിചാരം. ഷുഗറൊക്കെ അത്യാവശ്യത്തിനുണ്ട് എന്ന് പറഞ്ഞാലേ ഒരു ഗെറ്റപ്പ് ഉള്ളൂ എന്ന് വിചാരിക്കണോണ്ടാണ് ആ സംഗതി മാറാത്തത്. രോഗിയായി തുടരുന്നതിൻ്റെ കാരണം രോഗിയായി തുടരാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് ഞാൻ പറയുന്ന സംഗതി. എല്ലാവരും പരിശോധിച്ച് നോക്കളിയും. ബൈപ്പാസൊക്കെ കഴിഞ്ഞത് എത്ര റാഹത്തിലാ പറയാന്നറിയോ?
ബൈപ്പാസൊക്കെ കഴിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ആന ഉണ്ട് എന്നൊക്കെ പറയും പോലെ പറയാം. വല്ലിപ്പാക്കും ഉണ്ടായിരുന്നു ഒരു ആന, എനിക്കും ഉണ്ട് ഒരാന എന്നൊക്കെ പറയണതിൻ്റെ ഉഷാറിലാണ് ബൈപ്പാസ് കഴിഞ്ഞതാണ്. ബൈപ്പാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നെഞ്ഞ് കീറിയിട്ടുണ്ട്, അയക്കുള്ള രക്തസഞ്ചാരം ക്ലിയർ അല്ലാത്തതുകൊണ്ട് വേറെ റോഡ് ഉണ്ടാക്കി വെച്ചതാണ്, എപ്പോഴാ ബന്ധാകുക എന്നറിയില്ല. ഇതാണ് ഇപ്പം ഈ പറയുന്ന സാധനം. പക്ഷെ അതാ പറയണതിൻ്റെ ഒരു ചൊറുക്കുണ്ടല്ലോ. ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല എന്നാണ് ആ പറയണതിൻ്റെ അർത്ഥം. പക്ഷെ അത് ഭയങ്കര അഭിമാനത്തിലാ പറയാ. മനസ്സിലായില്ല തോന്നുന്നുണ്ട്, ചിരിക്കണില്ല. എല്ലാതും അങ്ങനെ മനസ്സിലാവും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ആക്കത്തിനൊക്കെ മനസ്സിലായാൽ മതി. ചിലതൊക്കെ അങ്ങനെയാണ്. ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന്. അങ്ങനെയല്ലോ, അതാണ് ഇത്ര അഭിമാനത്തിൽ പറയണത്. എന്ത് ഷുഗർ ഉണ്ട്, 250 മേലൊക്കെ ഉണ്ട് എന്ന്. കുറെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്. എന്താ അഭിമാനം കൂടി വരികയല്ലേ, കുറെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങി. അപ്പൊ രോഗിയായി തുടരുന്നതിൻ്റെ കാരണം, രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നു, ഉള്ളിടത്തോളം പൈസ മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഇത് ആശുപത്രിയിൽ കൊടുക്കാനാണ് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാണ്, സൗദിയിലാണ്, അല്ലെങ്കിൽ വേറെ എവിടെയാണ്, അല്ലെങ്കിൽ ഒമാനിലാണ്, അല്ലെങ്കിൽ കുവൈത്തിലാണ്, എവിടെയാട്ടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാണ്. 10,000 റിയാല് അല്ലെങ്കിൽ 10,000 ദിർഹം ശമ്പളമുണ്ട്. 8 കൊല്ലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. മുതലാളിനോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, മുതലാവില്ല എന്ന് പറഞ്ഞു. അല്ല ഇജ്ജ് പോകല്ലേ, എങ്ങനെയും നിൽക്കുക. എനിക്കൊരിക്കലും മുതലാവില്ല, ഞങ്ങൾ ഖുറൂജ് അടിച്ചാൽ ഞാൻ പോവുകയാണ് പറഞ്ഞു. ഇജ്ജ് പോയാൽ ഞാൻ ആകെ സ്വീപ്പാവും, ഇജ്ജ് എങ്ങനെയും നിൽക്കുന്നു. എന്നാ പിന്നെ നിൽക്കുക, എനിക്ക് 12,000 ശമ്പളം വേണമെന്ന് പറഞ്ഞു. ഒരു 10 ആക്കി തരടാ. വേണ്ട, 10 പോരാ, ഒരാശുപത്രി കേസ് വന്നാൽ തികയില്ല, അതുകൊണ്ട് 12 തന്നെ വേണമെന്ന് പറഞ്ഞു. നിർബന്ധിച്ചു. അയാൾ 12 കൊടുത്തു. ഇവൻ 12 വാങ്ങും ചെയ്താൽ മാസാമാസം 2,000 ആശുപത്രിയിലേക്കായിരിക്കും. കാരണം ഈ 2,000 അവൻ വാങ്ങുന്നത് ആശുപത്രിയിൽ കൊടുക്കാനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളെ ജീവിതം മൊത്തം വിജയിച്ചു. കുട്ടികള് വയസ്സാവുമ്പോൾ നോക്കാനാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നഴ്സിൻ്റെ ക്വാളിറ്റിയേ ഉണ്ടായിരിക്കുകയുള്ളൂ. വയസ്സാവുമ്പോൾ നോക്കാൻ നഴ്സ് മതിയാകും. എന്നിട്ട് പിന്നെ ആ കുട്ടിനെ IAS എൻട്രൻസിന് തൃശ്ശൂരിലാണെന്നുണ്ട്, എന്താ കാര്യം? നഴ്സിങ്ങിനുള്ള എൻട്രൻസ് ആണെങ്കിൽ ഓക്കെ, കാരണം അത് വയസ്സാകുമ്പോൾ നോക്കാനാണല്ലോ നീയത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ആദ്യം വേണ്ട എന്താ വെച്ചാൽ നീയത്ത് ക്ലിയർ ആക്കണം. കുട്ടികൾ നേരാവണമെങ്കിൽ പല നീയത്തും വെക്കാം, പക്ഷെ എല്ലാ നീയത്തിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മളെ പിന്നെ ജിഫ്രി തങ്ങൾ വാപ്പാൻ്റെ ഒരു പ്രസംഗത്തിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് കേട്ടു. ഒരു സ്ഥലത്ത് പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു കുട്ടീനെ കൊടുന്നു. തങ്ങൾ വാപ്പ കുട്ടീനെ ഹിഫ്ദിന് പഠിപ്പിക്കുകയാണ്, ഹാഫിദാവാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാടാ ഹാഫിദാകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓൻ്റെ കാരണവർ ഷാർജയിലാണ്, അവിടുന്ന് എപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് ഹാഫിദാക്കണം, ഇവിടെ നല്ല ചാൻസാണ് ഹാഫിദീങ്ങൾക്ക് എന്ന് പറഞ്ഞു എന്നാണ്. ഷാർജയിൽ നല്ല ചാൻസാണ് ഹാഫിദീങ്ങൾക്ക് എന്നുള്ളതിന് ഹാഫിദാക്കിയാൽ എവിടേക്കപ്പോൾ ഇതൊക്കെ എത്തുക? അപ്പോൾ എന്തിനാന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. എന്ത് എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിന് എന്നത്. അപ്പം എന്തിനാ കുട്ടീൻ കറക്റ്റായിരിക്കണം സംഗതി. അപ്പം ഹാഫിദാക്കാൻ ആലിമാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ചെറിയ ഹുദവിയാക്കിയാൽ എന്താ? ഹുദവിയാക്കിയാൽ ഗൾഫിൽ കോർട്ടിൽ വരെ ജോലി കിട്ടും. വാഫിയാക്കിയാൽ എന്താ? വാഫിയാക്കിയാൽ പിന്നെ ഒരു B.Ed കൂടിയാണ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലിപ്പാൻ്റെ സ്കൂളിൽ കയറാം. ഇങ്ങനെ ഓരോന്നിനുണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു കറക്റ്റ് കാര്യം എപ്പോഴും കരുതണം. അതിന് ഏറ്റവും നല്ലത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് വർദ്ധിക്കാൻ എന്ന് നിയ്യത്ത് ചെയ്യലാണ്. മുഹമ്മദ് നബിയിൽ കണക്ട് ചെയ്ത കാര്യം മാത്രമാണ് 100% വിജയിക്കുക. അല്ലാത്തതിനൊക്കെ എന്തെങ്കിലും സംഭവിക്കും. അപ്പം എന്തിനാ കുട്ടി? അപ്പം മക്കൾ നന്നാവണം, എല്ലാവരും ഇപ്പം തന്നെ ശരിയായിക്കാളി. എന്തിനാ കുട്ടി? 120 വരി സ്വർഗത്തേക്ക് നാളെ അങ്ങനെ വരി നിൽക്കും. അതിൽ 80 വരി മുസ്തഫായ നബി തങ്ങളുടെ ഉമ്മത്താണ്. ഊരക്ക് കയ്യൊടുത്തിട്ട് അവിടെ ചെന്നിങ്ങനാണ് നോക്കുമ്പോൾ ഒരു 4 ഞമ്മളതില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നം തന്നെ ഇക്കാരം. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ വർധനവിന് വേണ്ടിയാണ് കുട്ടി എന്ന നിയ്യത്താണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്.
5 കാര്യം ചെയ്താൽ കുട്ടികൾ നേരാവുന്ന ഞാൻ പറയണേ. ഒന്ന് നിയ്യത്ത് ശരിയാക്കുക. അപ്പോൾ വയസ്സാകുമ്പോൾ നോക്കാൻ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ചെറുപ്പത്തിൽ നമ്മളെ നോക്കിയാൽ അള്ളാഹു തആലാക്ക് വയസ്സാകുമ്പോൾ നോക്കാൻ ഒരു ഇടങ്ങേറുമില്ല. അത് അള്ളാഹിനെ പറ്റിയുള്ള ധാരണ പെശകാണ്. എനിക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ വയസ്സാവുമ്പോൾ പടച്ചോനാകെ ഇടങ്ങാറാവൂലേ. കുട്ടിയായിരുന്നപ്പോൾ നിന്നെ നോക്കാൻ പടച്ചമ്പുരാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ വയസ്സന്മാരെ നോക്കുന്നതിനേക്കാൾ പ്രയാസമാണ് കുട്ടികളെ നോക്കാൻ എന്ന് ഇപ്പം മനസ്സിലായില്ല നിങ്ങൾക്ക്. നേരത്തെ മരിക്കുമ്പോൾ ഒന്ന് തിരിച്ചാൻ വേണ്ടി വന്നപ്പോൾ അപ്പോൾ ഒരു വയസ്സം വരില്ലല്ലോ. വയസ്സന്മാരെ നോക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. ആ നേരത്തെ അള്ളാഹു തആല നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കണോടത്തുനിന്ന് കണ്ട് വീഴുമ്പോൾ അതിന് കാലോടിയാണ്. കുട്ടികൾ സ്റ്റേജിമെന്ന് വീണിട്ട് ഒന്നും പറ്റണില്ല. എന്തേ? വലുതാവുമ്പോൾ നമുക്ക് കുറേയൊക്കെ തോന്നുകയാണ് എൻ്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ ആയിട്ടുണ്ട് എന്ന്. എന്നാൽ പിന്നെ ചൊന്നാൽ നോക്കിക്കൂടെ എന്നാണ്. പക്ഷെ കുട്ടികൾക്ക് ആ തോന്നലില്ലാത്തതുകൊണ്ടാണ് വീഴുമ്പോൾ കാല് മുറിയാത്തതിൻ്റെ കാരണം. ഇതന്നെയാണ് സംഗതി. അപ്പോൾ അള്ളാഹു തആല ഏതും നോക്കാൻ റെഡിയാണ്, അള്ളാഹു തആല ഏതും ഏറ്റെടുക്കാൻ റെഡിയാണ്. ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നതാണ് പ്രശ്നം.